കൊല്ലം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ കാളകെട്ട് മഹോത്സവം നാളെ. ഓണാട്ടുകരക്കാരുടെ 28ാം ഓണാഘോഷത്തോടനുബന്ധിച്ച് ആണ് കാളകെട്ട് നടക്കുന്നത്. 52 കരകളിൽ നിന്നായി 200-ൽ പരം കാളകളാണ് ഉത്സവത്തിനെത്തുക. കർക്കിടകത്തിൽ തുടങ്ങി കന്നിമാസത്തിലെ തിരുവോണത്തിൽ അവസാനിക്കുന്നതാണ് ഓണാട്ടുകരക്കാരുടെ ഓണം. 28ാം ഓണനാൾ ദേശക്കാർക്കെന്നും ഉത്സവലഹരിയാണ്. സമൃദ്ധമായ വിളവെടുപ്പിന് സഹായിച്ച കാളകൾക്കുള്ള കർഷകരുടെ നന്ദി പ്രകടനവും ഈശ്വരവിശ്വാസത്തിന്റെ ഭാഗവുമാണ് കാളകെട്ട് മഹോത്സവം. നന്ദീകേശ രൂപങ്ങളുമായി ഓരോ കരക്കാരും ഓച്ചിറ പരബ്രഹ്മമൂർത്തിക്ക് മുന്നിലെത്തും. പടനിലത്തിൽ ചെറുതും വലുതുമായ കാളകൾ അണിനിരക്കും. ഇത്തവണയും ഓരോ കരയിൽ നിന്നും ഊരുചുറ്റി പടനിലത്തിലേക്കെത്താൻ നന്ദീകേശന്മാർ ഒരുങ്ങിക്കഴിഞ്ഞു. ഞക്കനാൽ പടിഞ്ഞാറേക്കരക്കാരുടെ 72 അടി ഉയരമുള്ള കാലഭൈരവനാണ് ഏറ്റവും വലുപ്പമുള്ള കാള. ഓണാട്ട് കതിരവനാണ് വലുപ്പത്തിൽ രണ്ടാമൻ. അതായത് 2013 ഓണാട്ടുകതിരവനെ ആദ്യമായി നിർമ്മിക്കുകയും അന്ന് ശ്രീ ചുനക്ക രായൻ സാർ അവറുകളാണ് ഈ നന്ദികേശനെ ഞങ്ങൾക്ക് നിർമ്മിച്ചു തന്നത്. 2014 ഓണാട്ടുകതിരനെ ഓച്ചിറ പരബ്രഹ്മ സന്നിധിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ 2017 URF റെക്കോർഡ്, ലോകത്തിലെ ഏറ്റവും വലിയ നന്ദികേശൻ എന്ന URF റെക്കോർഡ് ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. 52 കരകളിൽ നിന്നും 200-ലധികം നന്ദികേശന്മാരെ ഓച്ചിറ പരബ്രഹ്മ സന്നിധിയിലേക്ക് ആനയിച്ച് കൊണ്ടുവരുന്നതാണ്. ഈ ഉത്സവം എന്ന് പറഞ്ഞാൽ ഓണാട്ടുകരയുടെ കാർഷിക വൃദ്ധിയുടെ, കാർഷിക സമൃദ്ധിയുടെ തന്നെ ഒരു മഹോത്സവമാണ് ഓച്ചിറ പരബ്രഹ്മ എത്തുന്നത്. ഏറെ നാളത്തെ കരക്കാരുടെ പ്രയത്നമാണ് ചെറുതും വലുതുമായ ഓരോ നന്ദികേശ രൂപങ്ങളും. ഇതിനു പുറമെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. കോവിഡ് കാലത്തായിരുന്നു ഈ ജീവകാരുണ്യ പ്രവർത്തനം ഇതിനകത്ത് കൂടുതലായി നടത്തിയത്. 10 കുടുംബങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ട ആഹാരങ്ങളും വസ്ത്രങ്ങളും മരുന്നുകളും നൽകി ഈ യുവജനസമിതി ഏറ്റെടുത്തു. അതിനുശേഷം നിരവധി ചെറുതും വലുതുമായ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ സമിതി മുന്നോട്ട് പോകുന്നത്. നല്ല ചന്തമുള്ള കുട്ടിക്കാളകളും വീടുകൾക്ക് മുന്നിൽ തയ്യാറാകുന്നുണ്ട്. നാളെ രാവിലെ മുതൽ തന്നെ കാളകൾ ഓരോന്നായി ഇറങ്ങിത്തുടങ്ങും. ഓച്ചിറ പരബ്രഹ്മമൂർത്തിക്ക് മുന്നിലെ പടനിലം നാളെ നന്ദീകേശന്മാരാൽ നിറയും. ജനം, കൊല്ലം.